ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഇഫ്താർ വ്ളോഗാണ് കേട്ടോ. കുറച്ച് മാസമൊക്കെ ആയി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും ഓക്കെ ആയി വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇന്നൊരു ചെറിയൊരു വ്ളോഗ് എടുക്കുകയാണ്. അതിനൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഒന്നല്ല, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. അങ്ങനെ ഓളെ ഉച്ചക്കത്തെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അമ്മയോളും കൂടി ഒന്ന് തറവാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവളൊരു ഉറക്കം കഴിഞ്ഞുകൊണ്ട് തന്നെ ഇതേപോലെ കളിച്ചിരിക്കുകയായിരുന്നു അവൾ. പിന്നോട് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞ് ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പറക്കാനുള്ള പണിയിലൊക്കെ ആയിരുന്നിട്ട് പിന്നെ എനിക്ക് വാഷ് ചെയ്ത കുറച്ച് തുണികളൊക്കെ എടുക്കാണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവളിപ്പോൾ ഒരു വൈകുന്നേരം ടൈമിൽ അവളൊന്ന് ഉറങ്ങും. അപ്പോൾ ആ ഉറങ്ങുന്ന ടൈമിൽ നമുക്ക് തുണികളും ഡ്രസ്സുകളൊക്കെ ഒന്ന് ഞാൻ മടക്കി വെക്കും കേട്ടോ. അപ്പോൾ അനമ്മ ബട്ടർ ഷേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പണിയിലായിരുന്നു. നമ്മൾ ബട്ടറും പാലും പിന്നെ കുറച്ച് ബൂസ്റ്റ് പൊടിയും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് കൂടാതെ തന്നെ ഞങ്ങൾ സാൻഡ്വിച്ചും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റും കാബേജും കക്കരിക്കൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടും പിന്നെ മയോണീസ് സോസും കൂടി നമ്മൾ മിക്സ് ആക്കിയിട്ട് അതും ആഡാക്കി കൊടുത്ത് മൊത്തത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ വത്തൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിക്കൊടുക്കാനുള്ള ടൈമായപ്പോൾ പിന്നെ ടേബിളിൽ എല്ലാം സെറ്റാക്കാൻ നിന്ന് നമ്മൾ ജ്യൂസ് വെച്ച് പിന്നെ ഈത്തപ്പഴം വത്തക്ക പിന്നെ ഞങ്ങൾ 4 ആൾക്കാരിലുണ്ട് സാൻഡ്വിച്ചും അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. 4 ആൾക്കാർക്കുള്ള സാൻഡ്വിച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ബ്രെഡൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിക്കായിരുന്നു ഈ ചിക്കൻ്റെ മിക്സൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പത്തിരി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.